ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ സാധ്യത. കഴിഞ്ഞ തവണ ഇതിനുള്ള ശ്രമങ്ങൾക്ക് ട്രംപ് തുടക്കമിട്ടിരുന്നു. ട്രംപിൻ്റെ ട്രാൻസിഷൻ ടീം നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന സൂചനകൾ. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, അത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കുമല്ലോ ട്രംപ് ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോയാൽ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകാരോഗ്യ സംഘടനയെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു രാജ്യ തലവനായിരുന്നു ഡൊണാൾഡ് ട്രംപ്. 2020 അദ്ദേഹം അധികാരത്തിൽ നിന്ന് ഇറങ്ങും മുമ്പായിരുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുവാനുള്ള ചില ശ്രമങ്ങൾ ട്രംപ് തുടക്കമിട്ടത്. പടിപടിയായിട്ട് ആരംഭിച്ച ഈ ശ്രമം എന്നാൽ 6 മാസത്തിന് ശേഷം പുതിയ പ്രസിഡന്റ് വന്നു, ജോ ബൈഡൻ അധികാരം ഏറ്റെടുത്തതോടുകൂടി അമേരിക്ക ഈ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ട്രംപ് ടീമുമായി അടുപ്പമുള്ള സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് റോയിട്ടേഴ്സ് ആണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാർത്ത ശരിയാണെങ്കിൽ അധികാരം ഏറ്റെടുത്ത് ഏതാണ്ട് ആദ്യ ദിനങ്ങളിൽ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഉണ്ടായേക്കും. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും ട്രംപ് പണ്ട് നടത്തിയ വിമർശനങ്ങളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് അതുമായിട്ടൊക്കെ അലൈൻ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ ഈ വാർത്ത അങ്ങനെ തള്ളിക്കളയുവാനും സാധിക്കില്ല. ഈ കോവിഡ് മഹാമാരിയുടെ ഉത്തരവാദി ചൈനയാണെന്ന് പറയുവാനുള്ള ആർജവം അന്ന് ലോകാരോഗ്യ സംഘടന കാണിച്ചില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രധാന ആരോപണം. ആ ലോകാരോഗ്യ സംഘടന ചൈനയുടെ വെറും പപ്പറ്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുപോലെ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ വകമാറ്റി അമേരിക്കയുടെ ആഭ്യന്തര ആരോഗ്യ മേഖലയിലേക്ക് തിരിച്ചുവിടുവാനും അന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണെങ്കിൽ കോവിഡ് പോലെയുള്ള മഹാമാരികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ നിന്ന് അമേരിക്ക ഒരുപക്ഷെ ഐസൊലേറ്റ് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമായിരിക്കും അത്, അങ്ങനെ തീരുമാനമെടുത്താൽ.